ഈ ലോകത്ത് എല്ലാവർക്കും ഡൗൺ സിൻഡ്രോം ഉണ്ടായിരുന്നു. ആളുകൾക്ക് സ്വന്തമായി ഷൂലേസുകൾ കെട്ടാൻ പോലും കഴിയില്ലായിരുന്നു. പക്ഷേ ഒരു ആൺകുട്ടി ജനിക്കുന്നതിനു മുമ്പ് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ജനിക്കുന്നതിനു മുമ്പ് തന്നെ ഡോക്ടർമാർ അമ്മയുടെ റിപ്പോർട്ടുകളിൽ വിചിത്രമായ എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. അവനെ കാണാൻ വേണ്ടി കുട്ടിക്കാലത്ത് ആളുകൾ ജനാലയിലൂടെ ഒളിഞ്ഞു നോക്കുമായിരുന്നു. അവൻ വളർന്നപ്പോൾ ജനക്കൂട്ടും വലുതായി. അവൻ കിൻഡർഗാർട്ടനിൽ പോയപ്പോൾ മാത്രമാണ് ജനക്കൂട്ടും വലുതായത്. അവൻ എല്ലാ കുട്ടികളും പിണഞ്ഞുകിടക്കുന്നതായി കണ്ടു. ഷൂലേസുകൾ അധ്യാപകർക്ക് പോലും കെട്ടാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ കുട്ടി എല്ലാ കെട്ടുകളും എളുപ്പത്തിൽ അഴിച്ചുമാറ്റി. 5ാം പിറന്നാളിൽ ലെയ്സുകൾ അയാൾ പുതിയതായി വാങ്ങി. ലെയ്സുകൾ കെട്ടാൻ തുടങ്ങി. അവൻ അവ കെട്ടിയപ്പോൾ കണ്ണടച്ചിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും കുട്ടികൾ അവനുവേണ്ടി വരിയിൽ നിന്നു. ഒരു ദിവസം അവരുടെ ഷൂസ് കെട്ടാൻ അവനെ ഒരു ബോക്സിംഗ് മത്സരത്തിന് കൊണ്ടുപോയി. പോരാളികൾ എന്തിനാണ് കെട്ടിപ്പിടിക്കുന്നതെന്ന് അയാൾക്ക് ആശയക്കുഴപ്പം. യുദ്ധം ചെയ്യുന്നതിനു പകരം അത് അവന്റെ ഊഴമായിരുന്നു. അവന്റെ മുന്നിലുള്ള ആൺകുട്ടി വലുതും ശക്തനുമായിരുന്നു. എന്നാൽ മണി മുഴങ്ങിയ ഉടനെ അയാൾ അവനെ വീഴ്ത്തി. എല്ലാവരും നിശബ്ദരായി. മെഡിക്കൽ സ്റ്റാഫ് വന്നു, പക്ഷേ അവർ ആ കുട്ടിയെ എടുത്തു. പകരം പരിശോധനയിൽ അയാൾക്ക് ഒരു ക്രോമസോം കുറവാണെന്ന് കണ്ടെത്തി. അയാളുടെ വീട്ടിലെ പോക്കറ്റുകളിലെല്ലാം ആളുകൾ തെരഞ്ഞിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ആ ക്രോമസോം കണ്ടെത്താനായില്ല. പിന്നീട് അയാൾ വളർന്നപ്പോൾ ആളുകൾ പ്രത്യേകമായി ടോയ്റ്റുകൾ ഉണ്ടാക്കി. അയാൾക്ക് പ്രത്യേക പാക്കിംഗ് സ്ഥലങ്ങൾ നൽകി. ഇതെല്ലാം അയാൾക്ക് വിചിത്രമായി തോന്നി. ഒരു ദിവസം ആരുടെയെങ്കിലും ലെയ്സ് തുറന്നിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ഭയം തോന്നി. ആ രാത്രിയിൽ ആളുകൾ അവനോട് വ്യത്യസ്തമായി പെരുമാറുമായിരുന്നു. മാതാപിതാക്കളുടെ സ്നേഹം അയാളെ സ്നേഹിച്ചു. പക്ഷേ അയാൾ പുറത്തുപോയപ്പോൾ പെൺകുട്ടികൾ കർട്ടനുകൾ അടച്ചു. അയാളെ കണ്ടപ്പോൾ അയാൾക്ക് ഒറ്റക്കാണെന്ന് തോന്നി. മാതാപിതാക്കൾ അയാളെ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. തെറ്റായ ശരീരത്തിൽ കുടുങ്ങിയതായി അയാൾ മനസ്സിലാക്കി. ആശുപത്രിയിൽ സാധാരണ നിലയിലാകാൻ ശസ്ത്രക്രിയ നടത്താൻ അയാൾ തീരുമാനിച്ചു. തൊട്ടടുത്ത കട്ടിലിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ഷൂസിൽ ലെയ്സുകൾ ഇട്ടിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ആദ്യമായി അവർക്ക് തോന്നി ഈ ലോകത്തിലെ മറ്റൊരാൾ അവരെപ്പോലെയായിരുന്നു. പിന്നെ ഇരുവരും സഹായിക്കാൻ തുടങ്ങി. എല്ലാവരും ഒരു ദിവസം ഷൂസ് കെട്ടുന്നു. ആരുടെയെങ്കിലും ഷൂസിൽ ടേപ്പ് കണ്ടു. രണ്ടുപേർക്കും അതേ ആശയം ലഭിച്ചു. ലോകത്തിലെ ആദ്യത്തെ ഷൂ അവർ സൃഷ്ടിച്ചു. ആർക്കും ധരിക്കാവുന്ന ഈ ഷൂസ് വളരെ ജനപ്രിയമായി. എല്ലാവരും അത് വാങ്ങാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് ലോകം മനസ്സിലാക്കിയത്, ദുർബലരെന്ന് നമ്മൾ വിളിക്കുന്നവർക്ക് മാത്രമേ ലോകത്തെ മികച്ചതാക്കാൻ കഴിയൂ എന്ന്.